നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശരി, നോക്കോളാം. എടാ, ഞാൻ വിളിക്കാം. ഞാൻ വേറെ സ്ഥലത്താ. എന്താടാ, എന്താ കാര്യം? ഹരി, ചടങ്ങെല്ലാം കഴിഞ്ഞില്ലേ? ആ, നീ കാര്യം പറ. നമ്മുടെ അമ്മാവന് സന്തോഷമായില്ലേ? ഇവിടെ സന്തോഷത്തോടെ വന്നിരുന്നല്ലോ വേണു. അത് തന്നെ വലിയ ആശ്വാസം. ആ, എന്നാ പിന്നെ നമുക്ക് നൂലോട്ട് തുടങ്ങാം. ആ, എടാ മോനെ, ചടങ്ങ് നടത്താം. അല്ല, കുഞ്ഞിന് പേരിടണ്ടേ? എന്താ പേര് കണ്ടുവച്ചിരിക്കുന്നേ? കുഞ്ഞിന് അമ്മൂമ്മയുടെ പേരാ ഇടുന്നത്. ആ, അതെന്തായാലും നല്ല തീരുമാന. നല്ല പേരാ. എടാ മോനെ, കുഞ്ഞിന്റെ പേര് 3 പ്രാവശ്യം ചെവിയിൽ വിളിക്കണം. ഒരു കാത് പൊത്തി വേണം വിളിക്കാൻ. ആ വേണു, ഒരു വെറ്റിലെടുത്തു കൊടുക്ക്. ദാ. എന്തത്? കല്യാണി, കല്യാണി, കല്യാണി. ഇനി നീ ഒച്ചത്തി പറ, പേര് പറ. കല്യാണി. ആ, കല്യാണിക്കുട്ടി, കല്യാണിക്കുട്ടി. ഓ ഓ ഓ ഓ, എന്താ ഇത്? ഓ ഓ ഓ. ഹലോ. എപ്പോ? ഹരി, ഞാൻ ഇപ്പോ വരാം. എടാ വേണു, ആ പറഞ്ഞു. ആ, എപ്പോ? ആ, ഞങ്ങൾ എന്തായാലും വരാം. അവിടെ ഉണ്ടാവില്ലേ? ശരി, നോക്കോളാം. എടാ, ഞാൻ വിളിക്കാം. ഞാൻ വേറെ സ്ഥലത്താ. എന്താടാ, എന്താ കാര്യം? ഹരി, ചടങ്ങെല്ലാം കഴിഞ്ഞില്ലേ? ആ, നീ കാര്യം പറ. നമ്മുടെ സദാനന്ദേട്ടൻ മരിച്ചു. അയ്യോ,
മോളുടെ വീട്ടിലായിരുന്നു. അവിടെ വെച്ചാ സംഭവിച്ചത്. ഇന്ന് രാവിലെ ആയിരുന്നു. ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എടാ കഷ്ടമായല്ലോ. കുറച്ചു ദിവസം മുമ്പ് കാണുമ്പോ ആള് വളരെ ഉത്സാഹത്തിലായിരുന്നു. അമ്മാവ, എനിക്കൊന്ന് അങ്ങോട്ട് പോണം. ആ ആളിന് എന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ആശുപത്രി വെച്ച് പോലും നിന്റെ അടുത്ത് വന്ന് ഒരുപാട് സങ്കടം പറഞ്ഞതല്ലടാ. നീ പൊയ്ക്കോ, ഇവിടത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. എടാ, നീ പോയിട്ട് വാടാ, വിഷമിക്കണ്ട. ഞാനിപ്പോ വരാവേ അമ്മാവ. ആ ഒരു നല്ല ദിവസമായിട്ട് ഇങ്ങനൊരു വാർത്ത കേൾക്കേണ്ടി വന്നല്ലോ. ഈശ്വര, മാറ്. മരിച്ചത് വേണ്ടപ്പെട്ട ഒരാളാ. പെട്ടെന്ന് പോകേണ്ടതുവാ. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു തീരുമാനം അറിയണം. നീ ഒന്ന് മാറുന്നുണ്ടോ? ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടു അല്ലേ? വീണ ഡിവോഴ്സ് പിടിച്ചു വാങ്ങി. എല്ലാം നീ തീരുമാനിച്ചതാണല്ലോ. ഹരിക്കനെ നന്നായി അറിയില്ലേ? ഒരു കാര്യം തീരുമാനിച്ച അത് എന്റെ വഴിക്ക് കൊണ്ടുവരാൻ എന്ത് ഞാൻ ചെയ്യുന്നു? ഓക്കെ, ആ ബന്ധം അവസാനിച്ചല്ലോ. ഇനി നമ്മുടെ കാര്യം പറ. നമ്മുടെ എന്ത് കാര്യം? നീ എന്തായി ചോദിച്ചു വരുന്നത്? ഹരിയോട് എനിക്ക് പറയുന്ന ഒരു ഒറ്റ കാര്യമല്ലേ ഉള്ളൂ. നമ്മൾ ഒരുമിച്ചുള്ള ഒരു ജീവിതം. മോശം പിടിക്കാൻ എത്ര ആട്ടി അകറ്റിയാലും മനസ്സിലാവില്ലല്ലേ നിനക്ക്? ഞാനൊരു മരണ വീട്ടിലേക്ക് ഇറങ്ങുക. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ദേഷ്യം വരട്ടെ, പക്ഷെ ഇതിനൊരു തീരുമാനം പറയാതെ ഹരിയെ ഞാൻ ഇവിടുന്ന് വിടില്ല. വീണയ്ക്ക് ഇഷ്ടമുള്ളത് പിടിച്ചു വാങ്ങി. ഇനി എന്റെ ഊഴമല്ലേ? പുറത്ത് ആളുകളുണ്ട്. ഒരുപക്ഷെ അതിന് ഞാൻ മാനിച്ചു എന്ന് വരില്ല. നീ വഴിന്ന് മാറ്, അല്ലെങ്കിൽ തള്ളി ഞാൻ പുറത്തേക്ക് വലിച്ചെറിയും. എന്നാ അത് എനിക്കൊന്ന് കാണണമല്ലോ. തൽക്കാലം ഹരിയെ പുറത്തേക്ക് വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിന്നോട് മാറാനല്ലേടി പറഞ്ഞു. ഹരിയെ ഞാൻ വിടില്ല. മാറാനല്ലേ പറഞ്ഞത്? എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിട്ട് പോയാ മതി. മാറാനാ പറഞ്ഞത്. ഞാൻ പറയട്ടെ. ഒരു പെണ്ണിനോടുള്ള മര്യാദയൊക്കെ ഞാൻ പാലിച്ചു. ഇനി ഈ കുടുംബത്തിൽ നിന്റെ നിഴല് പോലും വീണു പോരുത്. വീണ, നീ മഹാകാര്യമായിട്ട് പറയുന്ന നിന്റെ കമ്പനിയുടെ ഓഫീസ് ഉണ്ടല്ലോ, അവിടേക്ക് വരും ഞാൻ. ചേച്ചി നോക്ക്. മുമ്പ് കൺമുന്നിൽ ഒരു കാറ് കത്തി എരിഞ്ഞാൽ നിനക്ക് ഓർമ്മയില്ലേ? അതുപോലെ നിന്നെയും കത്തിക്കും ഞാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.